യു ഡി എഫിന്റെ ഗ്യാരണ്ടി ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. ഉം. എൻ ഡി എയുടേത് മോദി ഗ്യാരണ്ടിയാണ്. ഒബ്വിയസ്ലി നമുക്കത് അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ദിരാ ഗ്യാരണ്ടി പറയുന്നത്? കാരണം UDF അവർക്കറിയാം എന്ന് തോന്നുന്നു അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല. അതൊന്ന്. പിന്നെ വേറെ ഒന്നുള്ളത്, അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ പോണില്ല എന്നും അവർക്കറിയാം. കാരണം അവരിതിനു മുമ്പ് UDF ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കല്. എന്നൊക്കെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അന്നൊക്കെ അവർ UDFകാർ മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കും. അത് നടപ്പിലാക്കിയിട്ടില്ല ഇന്നവരൊന്നും. ഈ ഞാനൊരു ഉദാഹരണത്തിന് ഒരു കാര്യം പറഞ്ഞുതരാം. ഉം, അത് വർഷങ്ങൾ ആന്റണി നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, AK ഉം, ആന്റണി നയിച്ച തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൽ അദ്ദേഹം ആ, മുഖ്യമന്ത്രി ആയതിനു ശേഷം ധനകാര്യമന്ത്രി KM മാണിയോ ഉമ്മൻചാണ്ടിയാണോ എന്ന് തോന്നുന്നു അവതരിപ്പിച്ച ബജറ്റിൽ എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഉം. ഒരു ഒരു ലിറ്റർ ഒരു ഗ്ലാസ് പാലും പക്ഷെ ഒരു ഷേക്ക് ഹാൻഡും ഞങ്ങൾ നൽകും എന്ന് പറഞ്ഞു. പാലോ ഒക്കെ ആ ഷേക്കാൻ. ആ ഷെയ്ഖാൻ ആ കുട്ടികളോടുള്ള സൗഹൃദം ആ, കാണിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ആ പദ്ധതി നടപ്പിലായില്ല. അപ്പോൾ ഒരു മിമിക്രി ഷോയിൽ ഒരു ടീം അവതരിപ്പിച്ചതാണ്. മുഖ്യമന്ത്രി സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ ചോദിക്കും, സാറേ ഞങ്ങൾക്കൊക്കെ ഓരോ ഗ്ലാസ് പാലും ഷെയ്ക്കാനും തരാമെന്ന് പറഞ്ഞ് അതൊന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം മുഖ്യമന്ത്രി പറയുക, പാല് തരണമെന്നുണ്ട്, കയ്യിൽ പൈസയില്ല പാല് മേടിക്കാനായിട്ട്, പിന്നെ ആ കൈ ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞു. ഷെയ്ക്കാനും പിടിച്ചു കൊടുത്തു. അപ്പോൾ അതാണ് അവരുടെ ഗ്യാരണ്ടി. അതിൽ നിന്ന് ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ഇത് ഈ പ്രജിതയ്ക്ക് അറിയോ, ഇവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ കേരളം എത്രയോ നാൾ മുമ്പ് തന്നെ ഒരു സ്വിറ്റ്സർലൻഡോ ലക്സംബർഗോ അല്ലെങ്കിൽ മൊണാക്കോ ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളാണ് ആയിത്തീരേണ്ടതായിരുന്നു. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ റോഡുകൾ കണ്ടാൽ മതി. പിന്നെ ഈ സോഷ്യൽ വെൽഫെയർ സ്കീമൊക്കെ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം കേരളത്തിൽ പൈസ ഇല്ല എന്നുള്ളവരും ഖജനാവിൽ പൈസ ഇല്ല എന്നുള്ളവരും അവർക്കറിയാം, അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 3000 രൂപ 5000 രൂപ വേണേൽ 10000 രൂപ വെച്ചിട്ട് വേണേൽ ഓഫർ ചെയ്യാം. എല്ലാ വനിതകൾക്കും മാസം 10000 രൂപ വെച്ച് വേണേൽ അവർക്ക് ഓഫർ ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. അത് ഒന്ന് ഏറ്റവും അവസാനം ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ, നിബന്ധനകൾ ബാധകം എന്ന് പറഞ്ഞിട്ട് കാണാം. പിന്നെ ഇത് നടപ്പിലാകാൻ പോകുന്നില്ല. UDF അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി എന്നാണ്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇതൊന്നും നടക്കാൻ പോകുന്ന സ്കീം അല്ലാന്ന് അവർക്ക് തന്നെ അറിയാം. അതിൻ്റെ ഒരു മുൻകൂർ ജാമ്യമാണ് അവരെടുത്തിരിക്കുന്നത്. പിന്നെ ഈ 2026 തെരഞ്ഞെടുപ്പിൽ 1984 മരിച്ച ഇന്ദിരാഗാന്ധിയുടെ പേരിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ആരോടാ ചോദിക്കുക ഈ പദ്ധതികൾ നടത്തിയിട്ടില്ലെങ്കിൽ? ഇന്ദിരാഗാന്ധി ഇല്ല ചോദിക്കാനായിട്ട്. NDAക്കാർക്ക് അവർക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത് സ്കീം പറഞ്ഞാലും ഇത് മോദി ഗ്യാരണ്ടിയാണെന്ന്. അത് മാത്രമല്ല നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എത്രയോ കോടി വനിതകൾക്ക് അവരെ ലക്ഷാധിപതികളാക്കി കൊടുത്തു. വീണ്ടും എത്രയോ 10-12 കോടി വനിതകളെ ലക്ഷാധിപതികളാക്കുന്ന സ്കീം ആണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അവരത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനും മോദി ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. ഇപ്പൊ എല്ലാത്തിനും മോദി ഗ്യാരണ്ടി. ഉം. UDFന്റെ നമ്മൾ പറഞ്ഞു. ഇപ്പോ LDFന്റെ പോലും എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സർക്കാരിന്റെ ഗ്യാരണ്ടി. സർക്കാർ എന്ന് പറഞ്ഞ് ഇവര് കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ് ആണ്. അതെ. അപ്പോഴും സാറ് പറഞ്ഞതുപോലെ ഈ രണ്ട് വ്യക്തികളും എന്ന് പറയാൻ ലൈവായി നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഈ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഈ ചോദിക്കാനും പറയാനും ആരും ഈ UDFൽ ഇല്ലാത്തത് കൊണ്ടാണോ? അത് സംശയമുണ്ട്. നല്ല കാര്യം. UDFൽ ഇപ്പൊ എന്തു വേണമെങ്കിലും ആവാലോ, ആർക്ക് വേണമെങ്കിലും. അതിനകത്ത് ഈ യൂണിറ്റ് നാഥനില്ല കളരിയായോ? അതല്ല, അതിന്റെ പേര് തന്നെ UDF എന്നാണ്. യൂണിറ്റി ഇല്ലാത്തൊരു ഫ്രണ്ട് എന്നാണ് അതിന്. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന പേരുണ്ടെങ്കിലും അതൊരു യുണൈറ്റഡ് അല്ലാത്ത ഫ്രണ്ടാണ്. പലരും പലതരത്തിലാണ് സംസാരിക്കുന്നത്. എത്ര മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് അവിടെ നിൽക്കുന്നത് മുഴുവനും. അതൊന്ന്. പിന്നെ വേറൊന്ന്, പിണറായി വിജയൻ ഗ്യാരണ്ടി അല്ലെങ്കിൽ പിണറായി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ആൾക്കാർ വോട്ട് ചെയ്യുമോ? പ്രജയ്ക്ക് തോന്നുന്നുണ്ടോ ആരെങ്കിലും പിണറായി വിജയന്റെ ഫോട്ടോ കണ്ടിട്ട് വോട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അല്ല കാര്യമായി. ഇതിനു മുമ്പ് 2016 2021 പിണറായിയുടെ പടം വെച്ചിട്ടാണ് വോട്ട് മേടിച്ചത്.
ഒരൊറ്റടുത്ത് പോലും പിണറായിയുടെ പടം ഉണ്ടായതില്ല. ഇപ്പോഴല്ലേ വെച്ചിരിക്കണം മുഴുവനും പിണറായിയുടെ പടം വെച്ചിരിക്കണം. ഞാൻ വിരോധം കൊണ്ട് പറയണല്ല, അദ്ദേഹം ജയിക്കണം, അദ്ദേഹത്തിന്റെ മുന്നണിക്ക് മുൻതൂക്കം ഉണ്ടെന്ന് ഞാൻ ഈ നിമിഷത്തിലും വിശ്വസിക്കുന്നു. കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ? ദ ലെസർ ഈവിൾ മറ്റേത് കള്ളന്മാരുടെ കൂടാരല്ലേ. എൻ്റെ ദൈവമേ, പേടിയാവും അതിനെ പറ്റി പറയുമ്പോ തന്നെ. അവരെ പറ്റി പറയുമ്പോഴേ പേടിയാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പക്ഷെ സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോ നമ്മള് ഗ്യാരണ്ടിയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ പോലും ഇവർക്ക് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഒരിക്കലും രാജ്യത്തിനൊപ്പമായിരുന്നില്ല എന്ന് ഉള്ള നിലപാട് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിദേശങ്ങളിൽ പോയി വരെ ഇന്ത്യയെ കുറ്റം പറയുക എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു വിനോദം, ഒരു തമാശ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അവിടെ മറ്റെവിടെയെങ്കിലും പോയിട്ട് കുറ്റം പറയണം. ഇവിടെ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണെങ്കിലും നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളിലാണ്. പക്ഷെ ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു നിലപാട് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ഒപ്പം നിൽക്കുന്ന കക്ഷികൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് സംഘടനകളുടേതാണ്. പക്ഷെ ഇടതുപക്ഷത്തേക്കും ജനത്തിന് നോക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കാരണം പല പോസ്റ്ററുകളിലും ഇപ്പൊ മദനിയുടെ ഫോട്ടോയാണ്. സാറ് പിണറായിയുടെ പടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതാണ്, പിണറായിയുടെ പടം വെക്കുന്നതിന് പകരം മദനിയുടെ പടം വെച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന LDFനെ നമുക്കിപ്പോ കാണാൻ പറ്റും. അല്ല, അത് പഴയ സംഭവങ്ങൾ തന്നെയല്ലേ പ്രജിത? ഈ മദനിക്ക് സ്വീകരണം കൊടുക്കാനായിട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശംഖുമുഖം കടപ്പുറത്ത് പോയി അരമണിക്കൂർ കാത്തിരുന്ന കഥ ഓർമ്മയില്ലേ? ഈ മൈനോറിറ്റി അപ്പീസ്മെന്റ് അത് ഇൻഹറന്റ് ക്വാളിറ്റിയാണ് കോൺഗ്രസിന്റെയും CPMന്റെയും. അവർക്ക് മജോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അങ്ങനെ അതൊന്നുമില്ല. അവർ പറയണത് മതേതരത്വം. അവരുടെ ഡിക്ഷണറിയിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിരുദ്ധം, സനാതന ധർമ്മത്തെ നശിപ്പിക്കൽ. അതുകൊണ്ടാണ് അവർ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ചെഗുവേരയുടെ പടവും പിന്നെ ഫിഡൽ കാസ്ട്രോന്റെ പടവും വെച്ച് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പാടുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇപ്പൊ അമ്പലത്തിലെ ഉത്സവങ്ങളിൽ മുഴുവൻ പാടുന്നത് എന്താ? വിപ്ലവ ഗാനങ്ങളല്ലേ പാടുള്ളൂ, ഭക്തിഗാനങ്ങൾ പാടാൻ സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ പത്രത്തിലെ വാർത്തകൾ വരുന്നു, അവര് പാടുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുന്നു, അത് അമ്പലത്തിലാണ് പാടുന്നത്, വൈകുന്നേരം 6:30 ദീപാരാധനയുടെ സമയത്ത്. ഇത്രയേ ഉള്ളൂ ഇവരുടെ മതേതരത്വം എന്ന് പറയുന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഇന്ത്യൻ പൗരനല്ല എന്നുള്ള കാര്യം എത്രയോ നാളായി എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതെന്താണ് എടുക്കാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സിറ്റിസനാണ്. അതാവാൻ കഴിയുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്. എന്നാൽ അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ എങ്ങനെ ഇന്ത്യനെ പറ്റി നല്ലത് പറയാൻ പറ്റും? ഇപ്പൊ ഈ 3 മുന്നണികളുടെ പ്രകടന പത്രികകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചത്. പക്ഷെ ഈ ഗ്യാരണ്ടി പറയുമ്പോൾ ചോദിക്കാൻ നെഞ്ചുറപ്പുള്ള ഒരാളെ മുൻനിർത്തി വേണമല്ലോ ഗ്യാരണ്ടി പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്, ഇതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്, അതൊരു മര്യാദയാണ്. ഇപ്പോ ഇത് നടപ്പാക്കിയില്ലെങ്കിൽ ആരോട് പോയി ചോദിക്കുമെന്നുള്ള ആശങ്ക ജനങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തുകൊണ്ടാണ് ഈ മുന്നണികൾ രണ്ടും നിൽക്കുന്നത്. ഇത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുന്നു പ്രജിത. ഇത് കഴിഞ്ഞ് നാളെ ആവുമ്പോഴത്തേക്കും ഈ മാനിഫെസ്റ്റോ ഒക്കെ അങ്ങ് മറക്കും ആൾക്കാർ. ഇത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മാനിഫെസ്റ്റോ റിലീസിങ് ഉണ്ട്, അതൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി എന്ന് പറയും, ഫോട്ടോ ഓപ്പ് എന്ന് പറയും. അതിനെ പറ്റിയിട്ട് ഒരു ദിവസം 2 ദിവസം പത്രക്കാർക്ക് എന്തെങ്കിലും വിശകലനം നടത്താനായിട്ടുള്ള ഒരു അവസരം. അതിനപ്പുറത്ത് ഇവർക്ക് ആർക്കും ഈ മാനിഫെസ്റ്റോയുടെ ഒരു സാങ്ക്ടിറ്റിയും ഇവർ നൽകിയിട്ടില്ല. അതൊരു പരിശുദ്ധമായ ഡോക്യുമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരത് നടപ്പിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ കേരളത്തിൽ എന്ത് നടപ്പിലാക്കിയെന്നാ പ്രജിത പറയണേ ഈ 2 മുന്നണികളും ഭരിച്ചിട്ട്? പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിയിരുന്നാൽ പോലും BJP ആണല്ലോ മൂന്നാമത് വന്നിരിക്കുന്ന ഒരു മുന്നണി. BJPക്ക് വോട്ട് വീഴുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ, കരുതാൻ പറ്റുമോ? കാരണം കേരളത്തിൽ ഒരു BJP മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, ഒരു ഹിന്ദു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം വാസ്തവമാണ്, ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ LDFൽ നിന്നും UDFൽ നിന്നും മനസ്സ് മാറാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ ഉണ്ടാവില്ലേ? അവർക്ക് മുന്നിലേക്ക് ഈ മാനിഫെസ്റ്റോ എത്തുമ്പോൾ ഇവർക്കറിയാം ഇത് വെറുതെയാണ്. എങ്കിലും ഈ വോട്ടെല്ലാം തിരിച്ച് NDAക്ക് കിട്ടുമോ?
ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകർക്ക് തന്നെ അറിയാൻ പറ്റുമോ? എന്തൊക്കെയാണ്? അവരോട് ചോദിച്ചാൽ അവർ പറയുമോ? ഈ 3 മാനിഫെസ്റ്റോയിൽ നിന്നും ബി.ജെ.പിയുടെ മാനിഫെസ്റ്റോ വേറിട്ട് നിൽക്കുന്നത് അവര് പറഞ്ഞിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളാണ്. വളരെ വിശാലമായ നടപ്പിലാക്കാൻ സാധിക്കുന്ന വിശാലമായ മ വളരെ വളരെ പ്രയോജനമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, പശ്ചാത്തല സൗകര്യങ്ങളാണ് അവര് പറയുന്നത്. ഹൈ സ്പീഡ് റെയിൽവേ, എന്താണ് ഹൈ സ്പീഡ് ട്രാൻസ്പോർട്ട് ട്രാഫിക് കോറിഡോർ, ഉം. അതുകൂടാണ്ട് ഇവര് വിട്ടുപോയ പല കാര്യങ്ങളും UDFO LDFO പറയാത്ത പല കാര്യങ്ങളും അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സമുദ്ര തീരവും ഈ തീരപ്രദേശങ്ങളും ആക്കിക്കൊണ്ട് എങ്ങനെ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും തീരപ്രദേശത്ത് ജീവിക്കുന്നവർക്കും എങ്ങനെ സാമ്പത്തിക അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സ്കീം എന്തൊക്കെയാണ്, ഇതെല്ലാം ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് BJP അതല്ലെങ്കിൽ NDA അവരുടെ പ്രവർത്തകർക്കിടയിൽ ഇത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവര് വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി എനിക്ക് അറിയാൻ പാടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് മത്സ്യബന്ധനത്തിന് ഒരു വകുപ്പ് രൂപീകരിക്കുന്നത് BJP നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ്. കേരളത്തിൽ നിന്നുള്ള മന്ത്രി കുര്യനാണ് അതിന്റെ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ്. അദ്ദേഹത്തിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമായിരിക്കണം ഈ ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന സമുദ്ര ആഴക്കടൽ മത്സ്യബന്ധനവും തീരപ്രദേശത്തുള്ള മത്സ്യബന്ധനവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബ്ലൂ ഇക്കോണമി പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതുപോലെ പമ്പ നദി അങ്ങനെയുള്ള നദികളുടെ എന്താണ് ക്ലീനിങ്, ഇതെല്ലാം വളരെ നല്ല കാര്യമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവര് മറ്റ് 2 മുന്നണികളും പറയുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ. ഇവര് എത്ര വർഷം, 10 വർഷമായി പിണറായി ഭരിക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് 5 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചു. അതിനു മുമ്പ് 5 വർഷം അച്യുതാനന്ദൻ ഭരിച്ചു. അതിനും 5 വർഷം ഉമ്മൻചാണ്ടിയും പിന്നെ AK ആന്റണി മത്സരിച്ച് ഉറക്കണല്ലേ. ഇവരെന്ത് ചെയ്തു ഇത്രയും വർഷം കൊണ്ട്? കേരളത്തിലെ വെള്ളപ്പൊക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടോ? എന്നായിരുന്നു കേരളത്തിൽ മറ്റേ നമ്മുടെ മണി അണക്കെട്ടൊക്കെ തുറന്നു വന്ന് കേരളം മുഴുവൻ ഏതാണ്ട് വെള്ളത്തിലായത്? അതിനുശേഷം മുഖ്യമന്ത്രി എവിടേക്ക് പോയി? അദ്ദേഹം റോട്ടർഡാമിൽ പോയി, ആംസ്റ്റർഡാമിൽ പോയി, അമേരിക്കയിൽ പോയി, പിന്നെ വാഷിങ്ടണിൽ പോയി, എല്ലായിടത്തും പോയി. എന്താ വെള്ളപ്പൊക്ക പരിഹാരത്തിന് വേണ്ടിയിട്ട്, പ്രശ്ന പരിഹാരത്തിന് വേണ്ടി. ഇതെന്ത് റോക്കറ്റ് ടെക്നോളജിയോ? റോഡിലുള്ള 2 സൈഡിലുള്ള കാനകൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമായി. ഡ്രെയിനേജ് ഫെസിലിറ്റീസും സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് ആണെങ്കിൽ തന്നെ ഇതിനെന്ത് വിദേശ പര്യടനത്തിൻ്റെ എന്ത് ആവശ്യമുണ്ട് ഇതിന് അതിനുള്ള ടെക്നോളജി ഇല്ല. എന്നിട്ടും ഈ 25-30 വർഷമായിട്ട് കൂടി അവർക്കിത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. റോഡിലെ വെള്ളക്കെട്ടുകൾ ഇതുവരെ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ അവർക്ക്. ഇപ്പോഴും പറയുന്നത് മെട്രോ ആണ് പറയുന്നത്. മെട്രോ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ഇവർക്ക് എപ്പോൾ നോക്കിയാലും പറയാനുള്ള ഒരു എളുപ്പപ്പണിയുണ്ട്. അങ്കമാലി ശബരി റെയിൽവേ ലൈൻ, അതുകൊണ്ട് ആർക്ക് പ്രയോജനം? കുറെ ശബരിമല ഭക്തന്മാർക്ക് വർഷത്തിൽ 3 മാസം ശബരിമല സീസണിൽ ശബരിമലയിൽ വരാനായിട്ടുള്ള എന്താ സംവിധാനം. 365 ദിവസം ആരാ ശബരിമലയിലേക്ക് എവിടെ നിന്ന് വരാൻ പോണു ആൾക്കാർ? ഇവര് നോക്കേണ്ടത് മുഴുവനും കേരളത്തിലെ റെയിൽ സംവിധാനം കുറ്റമറ്റതാക്കുക. ഹൈ സ്പീഡ് ട്രെയിൻ 120, 150, 200 കിലോമീറ്റർ വേഗതയിൽ പോകാവുന്ന റെയിൽ ഇതൊക്കെ ഇത് ചെയ്യുക. അതൊന്നും വിഭാവന ചെയ്യാതെ വനിതകൾക്ക് KSRTC ബസ്സിൽ 1000 രൂപ സൗജന്യ യാത്ര ഇത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എത്ര വനിതകൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്? ഞാൻ കാണുന്ന പല വനിതകൾ എറണാകുളം നഗരത്തിൽ സ്കൂട്ടറിലാണ് പോകുന്നത്. ഉണ്ടാവും, വളരെ ചുരുക്കം പേരുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള മാർഗം മാത്രമാണ്. ഈ മാനിഫെസ്റ്റോകളുടെ അറ്റ്ലീസ്റ്റ് UDFന്റെയും LDFന്റെയും മാനിഫെസ്റ്റോകളുടെ പരിശുദ്ധി എന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ പറയണത് അതാണ് അവർ അതിന് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പേരിട്ടിരിക്കുന്നത്. 1984 മരിച്ചുപോയ ഇന്ദിരയുടെ പേരും പറഞ്ഞിട്ടാണ് അവർ ഈ മാനിഫെസ്റ്റോ കൊണ്ടുവന്നത്. അവർക്ക് അങ്ങനെയാണെങ്കിൽ സോണിയ ഗ്യാരണ്ടി എന്നിടായിരുന്നില്ലേ UDFന്? LDFന് വേണമെങ്കിൽ പിണറായി ഗ്യാരണ്ടി എന്നിടായിരുന്നില്ലേ? എന്നാ പോട്ടെ, ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയുടെ പേര് ബേബി ഗ്യാരണ്ടി.
നല്ല പേരല്ലേ? പ്രാക്കുളം കാസ്ട്രോ എന്നാണ് മൂപ്പരെ വിളിക്കണേ. പ്രാക്കുളം കാസ്ട്രോ എന്നൊക്കെയാണ് മൂപ്പരെ നാട്ടിലെല്ലാവരും ബഹുമാനം കൊണ്ട് വിളിക്കണത്. അപ്പം വളരെ എന്താ പറയുക, റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന, ആഗോളതലത്തിൽ തന്നെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ബേബി. അതുപോലെ തന്നെ ബിനോയ് വിശ്വം. ഇവർ രണ്ടുപേരുമാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാർഗദർശനം നൽകുന്നവർ. അവരുടെ പേര് ഇട്ടുകൂടെ അവർക്ക് രണ്ടുപേർക്കും? അതൊന്നും ചെയ്യാണ്ട് ഇവര് എന്താ പറയണ, വെറും LDF മാനിഫെസ്റ്റോ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? LDF അല്ലാതെ പിന്നെ ആരുണ്ടെന്നാ ചോദിക്കണേ ഈ നാട് ഇനിയും കുട്ടിച്ചോറാക്കാനായിട്ട്? എനിവേ, ഇത് മാനിഫെസ്റ്റോയ്ക്ക്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മാനിഫെസ്റ്റോയ്ക്ക് യാതൊരു വാലിഡിറ്റി ഇല്ല. അത് അവർ സ്വയം തെളിയിച്ചു. അതുകൊണ്ടാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പേരിട്ടിരിക്കുന്നത്. 84 മരിച്ചു ഇന്ദിരാഗാന്ധി. അവർ ജീവിച്ചിരുന്നെങ്കിൽ അവർക്കോ, അവർ ഗവൺമെന്റ് രാജ്യം നന്നാക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ രാജ്യത്തിന്റെ എല്ലാ പുരോഗതിക്കും കാരണം ശ്രീമതി ഇന്ദിരാഗാന്ധിയും ശ്രീ ജവഹർലാൽ നെഹ്റു, ശ്രീ രാജീവ് ഗാന്ധിയാണെന്ന്. രാജീവ് ഗാന്ധി മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് രാജീവ് ഗാന്ധി എന്നാണ് പറയുന്നത്. 1991 രാജീവ് ഗാന്ധി മരിച്ചു. 1989 അദ്ദേഹത്തിന്റെ ഭരണം അവസാനിച്ചു. 1998 96 98 മൊബൈൽ ഫോൺ ഇന്ത്യയിൽ വരുന്നത്.